കുണ്ട്ര റെയിൽവേ പാളത്തില് ആരോ റെയിൽവേ പോസ്റ്റ് കുറുകയിട്ടു. വലിയ അപകടം ഉണ്ടായേനെ. ഇത് രാത്രി 1:20 ആ വഴി കടന്നു പോകുന്ന ഒരു ട്രെയിൻ, തിരുനെൽവേലി പാലരുവി ട്രെയിൻ നിറയെ യാത്രക്കാരുമായിട്ട് പോകുന്നതാണ്. ഏതായാലും അത് കടന്നു പോകുന്നതിന് മുമ്പ് 1:20 ആരോ അത് കണ്ടിട്ട് കുണ്ട്ര റെയിൽവേ പാളത്തിന്റെ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ വാച്ചർ ആനന്ദിനെ വിളിച്ചറിയിക്കുകയുണ്ടായി. ആനന്ദ് ഇമ്മീഡിയറ്റ് ആയിട്ട് കുണ്ട്ര റെയിൽവേ സ്റ്റേഷനിലും എഴുകോൺ പോലീസ് സ്റ്റേഷനിലും വിളിച്ചറിയിച്ചു. ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുകോണിലെ സബ് ഇൻസ്പെക്ടർ വന്ന് കുറുകയിട്ടിരുന്ന ആ പോസ്റ്റ് എടുത്തു മാറ്റി. രാത്രി 1:20 അത് പഴയ ടെലിഫോൺ പോസ്റ്റാണ്, അതാണ് എടുത്ത് കുറുകെ വെച്ചത്. അത് റെയിൽവേയുടെ സൈഡിലുണ്ടായിരുന്ന റെയിൽവേ പോസ്റ്റ് അത് പഴയതായതുകൊണ്ട് എടുത്തു മാറ്റി റെയിൽവേയുടെ സൈഡിൽ തന്നെ, ആ ട്രാക്കിന്റെ സൈഡിൽ തന്നെ ഇട്ടിരുന്നതാണ്. എന്തായാലും വൻ അപകടം ഒഴിവായി. വിവരം RPF അറിയിച്ചു. RPF വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ലോക്കൽ പോലീസ്, എഴുകോൺ പോലീസ് എടുത്തു മാറ്റിയെങ്കിലും RPF ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു. അപ്പം 3:30 അവർ വന്നപ്പോൾ അന്നേരം വീണ്ടും ഇത് റെയിൽവേയിലെ പാളത്തിലെ ക്രോസ് ആയിട്ട് എടുത്ത് ആരോപിച്ചിരിക്കുന്നു. അതിന് ഏതായാലും RPF വന്നതുകൊണ്ട് ആ അപകടം വീണ്ടും ഒഴിവായി. ആരാണ് ഇത് ചെയ്തതെന്ന് വ്യക്തതയില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ വിവരം RPF-ഉം റെയിൽവേ പോലീസും അതുപോലെ മധുര റെയിൽവേ ക്രൈം ബ്രാഞ്ചും രംഗത്തെത്തി. അവര് ആ സ്ഥലം പരിശോധിച്ചു. ആരാണ് ഇതെടുത്ത് വെച്ചത് എന്ന് CCTV ദൃശ്യത്തിൽ കൂടി എന്തോ അല്പസ്വല്പം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു വിശദീകരണം വന്നത് ഇതിന്റെ കാസ്റ്റ് അയൺ അത് ഊരിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ റെയിൽവേ ട്രാക്കിൽ ക്രോസ് വെച്ചു. ട്രെയിൻ കടന്നു പോകുമ്പം അത് തവിട് പൊടിയാവുമ്പോൾ കാസ്റ്റ് അയൺ എടുക്കാം എന്നൊരു വാദഗതി വന്നിട്ടുണ്ട്. ആ വാദഗതിക്കൊന്നും വലിയ പ്രസക്തിയില്ല. എത്ര നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമായിരുന്നു ആ അപകടത്തില്. അത് കാസ്റ്റ് അയൺ എടുക്കാനും എന്തയക്കാനും ശരി, അതൊരു വിധ്വംസ പ്രവർത്തനമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. അത് ആക്രി പറക്കുന്നവരാന്ന് പറഞ്ഞാൽ, അറിവില്ല എന്ന് പറഞ്ഞാൽ അത് ഒക്കില്ല. അവർക്കൊക്കെ അറിയാമല്ലോ, ട്രെയിൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർ മാറി നടക്കുന്നത്. അവരെ ഇടിച്ചു തെറിപ്പിക്കും. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാമാന്യ ബുദ്ധിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും അത് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ ശരിയാകില്ല. ഇത് വൻ അപകടം ഒഴിവായി. അതുകൊണ്ട് ആ അറിയിച്ച ആള് ആനന്ദിനെ അറിയിച്ചുകൊണ്ടാണ് 1:20 അത് മാറ്റാൻ സാധിച്ചത്. വീണ്ടും അത് എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ ആക്രി പറക്കുന്നവരായാലും ശരി, ആരായാലും ശരി, അത് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ കണ്ടെത്താൻ സാധിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യണം, അവരെ കൺവിറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയേനെ. അത്ര വൻ അപകടം ആ തിരുനെൽവേലി പാലരുവി എക്സ്പ്രസിന് ഉണ്ടായേനെ. എന്തായാലും സമയോചിതമായി പോലീസും RPF-ഉം ഇടപെട്ടത് കൊണ്ട് തൽക്കാലം അപകടം ഒഴിവായെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.